ഇങ്ങോട്ട് കയറി വന്ന് ഇങ്ങോട്ട് വന്ന് എന്റെ ജോലിയുടെ പ്രശ്നമാണ്. എന്റെ ജോലിയുടെ പ്രശ്നമാണ്. നീ സഹകരിച്ചിട്ടാ നാളെ വന്ന് അടിപൊളിയായിട്ട് കാണിക്കാം. അയ്യോ അല്ല, ഇവിടെ ഇന്ന് ഇപ്പൊ ഒരു പെർഫോമൻസ് ചെയ്തേ പറ്റൂ, സ്പെഷ്യൽ ആയിട്ടുള്ളത്. എടാ എന്റെ അല്ലെങ്കിൽ എന്റെ ജോലിയുടെ പ്രശ്നമാണ്. ഇത്രയും വലിയ വലിയ ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇതുപോലുള്ള തന്നെ അവരും ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ആ പ്രശ്നം വേണ്ട. എന്റെ മൂഡ് ശരിയല്ലെന്ന്. എന്താ എന്റെ മൂഡ് ശരിയല്ല? പറച്ചിൽ കേട്ട അവന്റെ മുഖവും ശരിയാന്ന് തോന്നുന്നു. എന്താ ഈ ഡ്രസ്സൊക്കെ ഇട്ട പടിപൊളിയല്ലേ? എന്താണ്? ഞാൻ നല്ല മജീഷ്യനാണ്. ഈ ഡ്രസ്സൊക്കെ നോക്കിയേ. ഡ്രസ്സൊക്കെ കൊള്ളാം. ഇതൊക്കെ അധിക ചെലവാണ്. നിന്റെ ഉടുപ്പ് ഊരി മാറ്റിയിട്ട് മഞ്ഞ പെയിന്റും ചുവന്ന പെയിന്റും വെച്ചാൽ വരച്ചാൽ പോരാ നിന്റെ ബോഡിയിൽ. ഇത് കൊള്ളത്തില്ലേ? അത് കൊള്ളാം, നന്നായിരിക്കുന്നു. അപ്പൊ ഞാൻ നാളെ പെർഫോമൻസ് എന്താണ് ഇപ്പൊ ചെയ്യണോടാ? എന്ത് കഷ്ടം നോക്കിയത്. കുറെ നേരം കൊണ്ട് അവിടെ കിടന്ന് പിടിയും വരും. എന്താ പ്രശ്നം എന്താണ്? അല്ല, അത് ഞാനിവിടുത്തെ കൺട്രോളാണല്ലോ. അതാണ് പ്രശ്നം. അല്ല, അതല്ല പ്രശ്നം. അപ്പൊ ഇവിടെ ഈ സ്പെഷ്യൽ പെർഫോമൻസ് വേണമല്ലോ. അത് വേണം, മസ്റ്റ്. അത് വേണം. അപ്പൊ ഞാൻ അതിനൊരാളെ കോഴിക്കോട് നിന്ന് ഒരാളെ കൊണ്ടുവന്നിരുന്നു. കോഴിക്കോട് ഹിന്ദുസ്ഥാനി തബല വായിക്കുന്ന ഒരാളെ കൊണ്ടുവന്നിരുന്നു. ഹിന്ദുസ്ഥാനി തബല? അതെ അതെ അതെ. 24 മണിക്കൂർ നിർത്താതെ തബല വായിക്കുമായിരുന്നു. അടിപൊളി. പുള്ളിയെ വിളിക്കും. അല്ല, അയാളെ ഞാൻ പറഞ്ഞു വിട്ട്. കോഴിക്കോട് നിന്ന് സ്പെഷ്യൽ പെർഫോമൻസിന് വന്ന ആളിനെ പറഞ്ഞു വിട്ടു. അതെന്തിന്? ഞാൻ ചോദിച്ചപ്പോൾ പറയാം തബല എടുക്കാൻ മറന്നു പോയെന്ന്. പിന്നെ അങ്ങനെ ഞാൻ അവനെ ഇവിടെ നിർത്താൻ അപ്പോഴേ പറഞ്ഞു വിട്ടു. 24 മണിക്കൂറും നിർത്താതെ വായിച്ചോണ്ടിരുന്ന ആളെ തബല എടുക്കാൻ മറന്നു. അതാ പിന്നെ അവനിവിടെ നിർത്താൻ കൊള്ളാം, അതുകൊണ്ട് പറഞ്ഞു വിട്ടത്. ഇനിയിപ്പോ അതിനാണല്ലോ ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. സ്പെഷ്യൽ പെർഫോമൻസ് വേണ്ടേ? നന്നായിട്ട് ചെയ്യും ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. ആരാണ് മതി ഇവിടെ പെർഫോം ചെയ്യണം. അതെ, ഇദ്ദേഹത്തെ അറിയില്ലേ? അത് ഇദ്ദേഹം ആരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. പ്രശസ്ത മജീഷ്യൻ മുതുകാട് കാലൻ. അല്ലല്ല, മുതുകാട് ബാലൻ. മുതുകാട് ബാലൻ. അതെ അതെ. നമ്മൾ ഈ മജീഷ്യൻ സാമ്രാജ് സാറ്, പ്രൊഫസർ മുതുകാട് സാറിനെയൊക്കെ അറിയാം. മുതുകാട് ബാലൻ എന്ന് പറഞ്ഞ ഒരാളെ നമുക്ക് അങ്ങനെ അറിയത്തില്ല. അത് ശരി. അപ്പൊ നിങ്ങൾ വലിയ വലിയ കഴിവുള്ളവരെ മാത്രമേ നിങ്ങൾ അറിയത്തുള്ളൂ. അതാ പറഞ്ഞ ഇതുപോലെ കഴിവ് കിട്ടാന്മാരെ നിങ്ങൾക്ക് അറിയത്തില്ല. നിന്നെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നല്ല നല്ല ഐറ്റങ്ങളൊക്കെ കാണിക്കും. ഐറ്റമൊക്കെ കാണിക്കും, സൂപ്പറായിട്ട് കാണിക്കും. പിന്നെ ഐറ്റം കാണിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കാണിക്കുന്ന ഐറ്റം ഞാൻ അല്ലാതെ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഞാൻ പറഞ്ഞോളാം. നീ പറയണോ? ഞാൻ പറഞ്ഞോളാം. ആരെങ്കിലും ഒരാൾ പറ. ഞാൻ പറയാം. ഞാൻ കാണിക്കുന്ന ഐറ്റം ഞാൻ പറയാം. പറ. അതെ, ഇപ്പം മാർട്ടിൻ ചേട്ടന്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം, വിലപിടിപ്പുള്ള ഒരു സാധനം. ഉല്ലാസ് ചേട്ടന്റെ കയ്യിലിരിക്കുന്ന വിലപിടിപ്പുള്ള സാധനം വിത്തിൻ സെക്കൻഡ്സ് ഞാൻ എന്റെ പോക്കറ്റിലാക്കും. അതിനിവിടെ പോക്കറ്റ് അടി എന്നാ പറയുന്നത്. മനസ്സിലായോ? ഇതാ നിന്നോട് പറഞ്ഞാൽ ഞാൻ വാ തുറക്കരുത്. അതല്ല ഉദ്ദേശിച്ചത്. ഇയാളുടെ മായാജാലം കൊണ്ട് നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന അയാളുടെ കോട്ടിലാക്കും. എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ മായാജാലം കൊണ്ട് അത് തിരിച്ച് നിങ്ങളുടെ പോക്കറ്റിലാക്കും. ഇനി അഥവാ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്റെ മറ്റേ ഐറ്റം കാണിക്കാം. ഏത് ഐറ്റം? അതായത് മുടിനാര് കൊണ്ട് ഒരു കാറ് കെട്ടി വലിക്കും. സൂപ്പർ. ഞാൻ പറയുന്നത് കേക്ക്. അതാവുമ്പോ സൂപ്പർ ആയിരിക്കും. ആൾക്കാർ ഞെട്ടുന്ന ഒരു ഐറ്റം. അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ. നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അയാൾ ചെയ്യാന്ന് പറഞ്ഞല്ലോ. അത് ചെയ്തോട്ടോ. അല്ല, നിങ്ങൾ ഇവിടുന്ന് അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തില്ല. ഞാൻ ഈ സംഭവം ഇവിടെ ചെയ്യണമെങ്കിൽ അത് ഇദ്ദേഹം പറയണം. കണ്ടുപഠിക്കും. താൻ ഇത്രയും നേരം അദ്ദേഹം താഴ്ത്തി കെട്ടി സംസാരിക്കല്ലേ? അല്ലായിരുന്നു ഞാൻ അങ്ങനല്ലേ സംസാരിച്ചത്? ഇപ്പൊ അദ്ദേഹത്തോട് ചെയ്യാൻ പറഞ്ഞപ്പം നിങ്ങൾ പറഞ്ഞാലേ അദ്ദേഹം ചെയ്യുന്നു. അതാണ് മാന്യത, ബഹുമാനം, വിനയം. അതെ, ബഹുമാനവും മാന്യതയൊന്നും അല്ല. ഈ മുടിനാരി കൊണ്ട് കെട്ടിവലിക്കുന്ന കാറില്ലേ, അതിവിടെ നടത്തേണ്ട നേരത്തെ ഞാൻ ആ കാറിഞ്ഞ് എടുത്ത് നേരത്തെ വെച്ചേക്കുക. ഇതാണ് ഇപ്പൊ ഞെട്ടിയ. ഇതാണ് ഈ ഐറ്റം ഇവിടെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നീ പെർഫോം ചെയ്തേ പറ്റത്തുള്ളൂ. അതെ, നാളെ ഒന്ന് ശരിയാക്കി. നിനക്ക് എന്താ പ്രശ്നം എന്താണെന്ന് പറയാം. എല്ലാം ശരിയല്ല. നാളെ ഒന്ന് എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. മാനസിക പ്രശ്നം അല്ല, ഞാൻ ചോദിക്കാം, എന്താ നിന്റെ മാനസിക പ്രശ്നം എന്താണ്? പറ. എന്റെ അനിയനില്ലേ, നിന്റെ അനിയന്? അവന്റെ ഭാര്യ റാണി ഉണ്ടല്ലോ. റാണി അവൾ 6 പ്രസവിച്ചു. അപ്പൊ പിന്നെ അതിന് മേളിൽ കൂടെ പാലം വരും, വള്ളം വരും, ബോട്ട് വരും. അല്ല പിന്നെ കായലോ ആറോ പുഴ ഏതാണ് പ്രസവിച്ചെന്ന് പറഞ്ഞു? കായലും 6 കടലൊന്നും പ്രസവിച്ചെന്നല്ല, പിന്നെ 6 കുട്ടികളെ പ്രസവിച്ചു. 6 കുട്ടികളെ പ്രസവിച്ചെന്ന്. അതിന് നീ എന്തിനാടെ വിഷമിക്കുന്നത്? എന്റെ ഭാര്യ 2 പ്രസവിച്ചുള്ളൂ. നിന്റെ അനിയന്റെ ഭാര്യക്ക് എന്താ ജോലി? പാഴ്സൽ സർവീസിൽ. അപ്പൊ പിന്നെ ഡെലിവറി നടന്നുകൊണ്ടിരിക്കും. അതുപോലാണോ അണ്ടി ആഫീസിൽ പോകുന്ന നിന്റെ പെണ്ണുമുള്ള? നീ എന്തെങ്കിലും ഇവിടെ പെർഫോമൻസ് ചെയ്തേ പറ്റത്തുള്ളൂ. പെർഫോം ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. നീ എന്തെങ്കിലും പെർഫോമൻസ് ഇവിടെ ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ എന്തെങ്കിലും പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടോ? പിന്നെ ഗുണമല്ലേ ഉള്ളൂ. ഇതേ ചാനൽ സംഭവം മനസ്സിലായില്ലേ? എടാ, നീ ഇവിടെ ഒരു പെർഫോമൻസ് കാണിച്ച് അത് ഹിറ്റായി കഴിഞ്ഞാൽ നീ നാളെ പുറത്താണ്. ആരെ പുറത്ത്? ഒറ്റ കീറിയാ തരും കേട്ടോ.
അതല്ല പറഞ്ഞത്, നീ വിദേശത്തായിരിക്കുമെന്ന്. ഓ, ഇവിടുന്ന് അങ്ങ് ഇന്ത്യക്ക് വെളിയില്ല, വിദേശത്തായിരിക്കുമെന്ന്. ഇനി അഥവാ ഞാൻ പെർഫോം ചെയ്ത് അതങ്ങ് പൊളിഞ്ഞു പോയാലോ? ആ, അപ്പോഴും നീ പുറത്താ. അപ്പോഴും ഞാൻ വിദേശത്താണ്. വിദേശത്തല്ല, ഈ ഫ്ലോറിന് പുറത്ത്, അത് കഴിഞ്ഞ് നിന്റെ വീടിന് പുറത്ത്. എന്താണ് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്ത വിദേശം എന്ന് പറഞ്ഞ സത്യമാണോ? പിന്നെ വിദേശം സത്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇതുവരെ പറയാത്ത ഞാൻ ചെയ്യുന്ന ഒരു അടിപൊളി ആയിട്ടുണ്ട്. അതെന്താണ്? അത് പാളത്തിൽ നല്ല അടിപൊളി സാധനം. ആഹാ, ഹിപ്നോട്ടിസം ചെയ്താലോ? മതി, എന്തെങ്കിലും മതി. സൂപ്പർ. അതുപോലെ. എന്നാ പിന്നെ ആദ്യം അത് ചെയ്താൽ പോരാ, പൊട്ട എന്നെ ഇട്ട് ഇങ്ങനെ വായ പക്ഷെ ലഭിക്കണം. അതിനൊരു ഹെൽപ്പർ വേണം. ഹെൽപ്പ് ഞാൻ മതി. ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണം. ഞാൻ മതിയാ, ഞങ്ങൾ മതിയാ. നിങ്ങൾ വേണ്ട. ആ കുട്ടി മതി. ഒന്ന് സഹകരിക്കാം. മജിഷ്യന്മാർ ആരും ഇങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അല്ല അല്ല, കുഴപ്പമില്ല, ഞാൻ വരാം. വരും. ചെല്ലു. അപകടമൊന്നുമില്ല. ഹാപ്പി ആയിട്ടൊരു സംഭവം. ഹിപ്നോട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ശരി, കുട്ടി ചെയ്യേണ്ട വേറെ ഒന്നുമില്ല. എന്റെ കണ്ണുകളിലേക്ക് മാത്രം, എന്റെ മുഖത്തേക്ക് മാത്രം മനസ്സിലുള്ള എല്ലാം പറയും അല്ലേ? അതെ, അതല്ലേ? എല്ലാം പറഞ്ഞു സൂക്ഷിച്ചു നോക്കും. ശരി, നിങ്ങളുടെ കണ്ണുകളിലേക്ക്. എന്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ സൂക്ഷിച്ചു നോക്കും. ഛീ, വൃത്തികെട്ടവനെ. ഇത് ഇത് ഇയാൾ എന്റെ മുതുകിൽ കണ്ണിറുക്കി കാണിച്ചു. ഒറ്റ അടിയായിരിക്കും. ഒരു ദിവസം കാണിക്കാൻ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. അല്ല, അതെ, ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. പിന്നെ? ഞാൻ സത്യമായിട്ട് അലവലാതി. അല്ല, തല്ലരുത്. മനസ്സ് തുറന്ന് പറയാം. വൃത്തി കാണിക്കുന്നു. അല്ല, വൃത്തിയാണ്. ഞാൻ മനഃപൂർവ്വം ചെയ്തല്ലത്. നീ എന്താ പറയടാ? ആദ്യമായിട്ടാണ് ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി ഇത്രയും നേരം എന്റെ മുഖത്ത് നോക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നപ്പോ ഉണ്ടല്ലോ, എന്റെ കണ്ണറിയാതെ ഇങ്ങനെ അടഞ്ഞു പോയത്. മനഃപൂർവ്വം ചെയ്തല്ല. അത് കുഴപ്പമില്ല. ഒരു കണ്ണല്ലേ അടഞ്ഞത്? ഒരു കണ്ണല്ലേ അടഞ്ഞത്? നിന്റെ ആങ്ങളെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. സഹോദരനെ കണ്ടിട്ടില്ലല്ലോ? ഇല്ലില്ല. ആരടി പൊക്കോ അതിന്റെ മണ്ണോട്ടുള്ള മനുഷ്യനാണ് അവൻ. ഇത് അറിഞ്ഞാൽ നിന്റെ എന്നേക്ക് പോയി രണ്ട് കണ്ണും അങ്ങ് അടയ്ക്കും. മനസ്സിലായോ? ഇറങ്ങടാ. മതി. വേറെ ഒരു ഐറ്റവും വേണ്ട. ഇറങ്ങടാ. 3 ദിവസം ഐറ്റം. നെൽസ. പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ അവനെ നിർത്താൻ പറ്റുമോ? അല്ല, എന്നാലും കൺട്രോളർ, നമ്മളിവിടെ സ്പെഷ്യൽ പെർഫോമൻസിന് ആളില്ല. ആളില്ല. ചെയ്യേണ്ടത് ഓടിച്ചു വിട്ട് കഴിഞ്ഞ പിന്നെ ആര് ചെയ്യും? ഞാൻ തിരിച്ചു വിളിക്കാം. അല്ലല്ല, അവന് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ആ, ഞാൻ സ്പെഷ്യൽ പെർഫോമൻസ് ആര്? ഞാൻ ചെയ്താലോ? സ്പെഷ്യൽ പെർഫോമൻസ് ചെയ്യോ? ഞാൻ ചെയ്യും. അറിയോ? അറിയാം. ചെറുതായിട്ട് മാജിക്കൊക്കെ അറിയാം. മാജിക് അറിയാം. മാജിക് അറിയാം. അപ്പൊ കുഴപ്പമില്ല. ആ, ശരി. നമ്മുടെ ഫ്ലോറിലുള്ള നമ്മുടെ അപ്പൊ അതൊരു സംഭവം കൈയൊക്കെ അടിയൊക്കെ കറക്റ്റായിട്ട് മാജിക്. ഇതൊക്കെ നേരത്തെ പറയണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഈ പൊങ്ങച്ചം പറയാറില്ല. very good. ഞാൻ ചെയ്യുന്ന ഐറ്റം ഇതാണ്. ഇപ്പം അശ്വതിയുടെ തലയിൽ തീ കത്തിക്കും. അല്ല, പൊള്ളില്ല. കത്തിച്ചിട്ട് ഒരേ സമയം കഞ്ഞി കറിയും വെക്കും. അതെങ്ങനെ സംഭവിക്കും? ഒരേ സമയം എങ്ങനെയാണ് കഞ്ഞിയും കറിയും വെക്കുന്നത്? ഞാൻ വെക്കും. അതല്ലേ മാജിക്. അതെങ്ങനെയത്? അതായത് ഈ തടി തുണി ചുറ്റിട്ട് മണ്ണെണ്ണ ഒഴിക്കും, കത്തിക്കും. എന്നിട്ട് ആദ്യം കറി വെക്കും. കറി വെന്ത് പാവാകുമ്പോൾ കഞ്ഞിയും റെഡിയാവും. അത് അല്ല, എന്തീ പറയണേ? കഞ്ഞിക്കുള്ള അരിയൊന്നും വെച്ചില്ലല്ലോ. അത് വെക്കേണ്ട ആവശ്യമില്ലെന്ന്. എന്താണ്? തലച്ചോറ് വെന്തങ്ങ കഞ്ഞി ആയിക്കോളും. അയ്യോ അശ്വതി, അതെ, ഇങ്ങനെ ഇവിടെ കൊലപാതകം നടത്താൻ പറ്റില്ല. മരിക്കത്തില്ല. താനാണ്ട് തന്റെ ശിഷ്യന്റെ കൂടെ ഇറങ്ങി പോയാൽ അയ്യോ, അല്ല, ഒരു കാര്യം ചെയ്യും. ഞാൻ പറയട്ടെ, ഇപ്പൊ എന്റെ ഐറ്റം മാസ്റ്ററേലുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാൻ ഒരു അവസരമില്ലാതെ നഷ്ടപ്പെട്ടു പോയ ഒരു ഐറ്റം ഉണ്ട്. ഒരു മനുഷ്യൻ, ഒരു വലിയ മാജിക്കാരൻ. വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്താ, പക്ഷെ വേദി കിട്ടിയിട്ടില്ല. അതേത് അതാണ് ആ മനുഷ്യനിൽ നിന്ന് കണ്ടുപഠിച്ചതാണ്. അതെ, കണ്ടുപിടിച്ചാണ്. അത് ചെയ്താൽ കുഴപ്പമില്ലല്ലോ. സാമ്രാജ് സാറിന്റെ ആണോ? സാമ്രാജ് സാറിന്റെ അല്ല, അദ്ദേഹമൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളതല്ലേ. ഇതെന്താ സംഭവം? ഇത് സംഭവം മറ്റൊന്നുമല്ല, വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തതാണ്. അത് നടത്താൻ ഇതൊരു അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ ആ മാജിക്ക് കാരണം അറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നവരാരൊക്കെയാണ്? ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന വ്യക്തിയാണ്. അശ്വതിക്കും അറിയാവുന്നതാണ്. പാപ്പനംകോട് ബാബു ആണോ? അല്ലല്ല. മുതുകുളം ശശി അല്ല. പന്തളം ബാബു അല്ലല്ല. രവീന്ദ്രൻ പട്ടാമ്പി അല്ല. നിങ്ങൾ അറിയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടുന്ന് പോയ ഇപ്പൊ ഇറങ്ങിപ്പോയാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ട് അവസരം കിട്ടാതെ പോയ ഒരു ഐറ്റം ഉണ്ട്. അത് നല്ല ഐറ്റമാണ്. നല്ല ഐറ്റമാണ്. അതായത് ഈ മുടിനാരില് കാറ് കെട്ടി വലിക്കുന്ന ഐറ്റം കാണിക്കട്ടെ. ആരെങ്കിലും ഇവിടുന്ന് ഇറക്കിയോ? മുടിയായിട്ടോ കാറ് കെട്ടി രണ്ടും കണക്കാണ്. എന്ത്